സാധാരണ സമുദ്രത്തിലൂടെ ഷിപ്പിലും ബോട്ടിലുമൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും പല അപകടങ്ങളും ഉണ്ടാകാറുണ്ട്. കടൽ കൊള്ളക്കാർ, അതുപോലെ മറ്റ് ഭീകരവാദികൾ, ഇവരുടെയൊക്കെ ആക്രമണം ഉണ്ടായിട്ട് കപ്പൽ മുക്കിക്കളയാറുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഒരു 2 വർഷത്തിന് ഇപ്പുറം വേറൊരു അപകടം കൂടി പല സ്ഥലങ്ങളിലും കാണപ്പെട്ടിട്ടുണ്ട്. ഇത് ഡോൾഫിൻ്റെ ഒരു വിഭാഗമായിട്ടുള്ള ഓർക്കകൾ എന്ന സ്പീഷീസ് കൂട്ടമായിട്ട് വന്ന് ബോട്ടുകളെ ആക്രമിക്കുകയും അതിനെ മുക്കിക്കളയുകയും ചെയ്യുന്ന സംഭവങ്ങൾ പലപ്പോഴായിട്ടുണ്ടാകുന്നു. സ്പെയിനിൻ്റെയും പോർച്ചുഗലിൻ്റെയും കോസ്റ്റിൽ ആണ് ഈ അടുത്ത കാലത്ത് ഇത് ആദ്യം തുടങ്ങിയത്. പിന്നീട് അത് വ്യാപിച്ച് മറ്റ് പല സ്ഥലങ്ങളിലേക്കും പോകുന്നതായിട്ട് കാണാം. നോർത്തിൽ സ്കോട്ട്ലൻഡിലെ ഇത്തരത്തിൽ ഒരു ഓർക്കകളുടെ ഒരു ആക്രമണം ഉണ്ടായി. തെക്കോട്ട് പോയാൽ സൗത്ത് ആഫ്രിക്കയിലും ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഓർക്കകൾ അല്ലെങ്കിൽ ഈ ഡോൾഫിൻസ് ഈ ബോട്ടുകളെ ആക്രമിക്കുന്നു? ഓർക്കകൾ ഒരിക്കലും മനുഷ്യരെ അങ്ങനെ ആക്രമിച്ചിട്ടില്ല. ഇന്നും മനുഷ്യരെ ആക്രമിച്ച് ഭക്ഷിക്കുന്ന രീതി ഓർക്കകൾ അനുവർത്തിച്ചിട്ടില്ല. ചില സ്രാവുകൾ ചെയ്യുന്നത് പോലെ മാൻ ഹീറ്റിംഗ് ഷാർക്സ് എന്ന രീതിയിൽ മനുഷ്യരെ അപകടപ്പെടുത്തുന്ന രീതിയിലേക്ക് ഓർക്കകൾ ഒരിക്കലും പെരുമാറിയിട്ടില്ല. എന്നാൽ ഈ 2 വർഷത്തിനുള്ളിൽ വളരെയധികം ആക്രമങ്ങൾ, ഒരു തരത്തിലുള്ള ഒരു പ്രക്ഷോഭം ഓർക്കകളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഓർക്കകൾ ഞാൻ പറഞ്ഞതുപോലെ ഡോൾഫിൻ്റെ ഒരു വിഭാഗമാണ്. അതിനെ കില്ലർ വെയിൽസ് എന്ന് ഉള്ള ഒരു തെറ്റായിട്ടുള്ള നാമവും കൊടുത്തിട്ടുണ്ട്. കൊലയാളി തിമിംഗലങ്ങൾ എന്നുള്ള പദം. ഈ ഓർക്കകൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയർ, വളരെ സങ്കീർണമായിട്ടുള്ള സ്വഭാവ രീതികളാണ് പ്രകടിപ്പിക്കുന്നത്. അതിൻ്റെ വളരെ അധികം സോഷ്യലായിട്ടുള്ള, സാമൂഹികമായിട്ടുള്ള ഒരു രീതിയാണ് അതിൻ്റെ ജീവിത രീതിയായിട്ട് നമ്മൾ കാണുന്നത്. ഓർക്കകൾ ഡോൾഫിൻ്റെ ഇനങ്ങളിൽ ഉള്ള ഏറ്റവും വലുപ്പം കൂടിയ ഇനമാണ്. ഏതാണ്ട് 10 മീറ്ററോളം നീളവും 6 ടണ്ണോളം ഭാരവും ഉണ്ടാകുന്നുണ്ട് ഓർക്കകൾക്ക്. അതിന് വളരെ വലിയ ഒരു മസ്തിഷ്കം ഉണ്ട്. മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ 4 ഇരട്ടി വലിപ്പം കൂടുതലാണ് ഓർക്കകളുടെ മസ്തിഷ്കം. ഈ മസ്തിഷ്കം വലിപ്പം കൂടിയത് മാത്രമല്ല, ചില മസ്തിഷ്കത്തിൻ്റെ ചില ഭാഗങ്ങൾ മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ സങ്കീർണവും വിപുലവുമാണ്. പ്രത്യേകിച്ച് മെമ്മറി, ഓർമ്മകൾ സൂക്ഷിക്കുന്ന ഭാഗം, ഇമോഷൻസ്, വികാരങ്ങൾ ഉണ്ടാകുന്ന ഭാഗം, ഇതൊക്കെ മനുഷ്യ മസ്തിഷ്കത്തെക്കാൾ കൂടുതൽ കോംപ്ലക്സ് ആയിട്ട്, കൂടുതൽ ഫാസ്റ്ററായിട്ട്, കൂടുതൽ വേഗത്തിൽ ഡേറ്റ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെമ്മറീസ് സൃഷ്ടിക്കുന്ന ഭാഗങ്ങൾ, ഇതെല്ലാം ഓർക്കകളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ ജീവിത ശൈലി തന്നെ മനുഷ്യ സമൂഹങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു രീതിയാണ്. ഓർക്കകൾ ഒരു 6-7 എണ്ണം മുതൽ ഒരു 10-30 ഓർക്കകൾ അടങ്ങുന്ന ചെറു സംഘങ്ങളായിട്ടാണ് ജീവിക്കുന്നത്. അതിനെ പോഡ്സ് എന്ന് പറയും. ഈ സംഘങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സംഭാഷണ ശൈലിയുണ്ട്. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഭാഷയുണ്ട്. ഓരോ പോഡിനും അല്ലെങ്കിൽ ഓരോ സംഘത്തിനും അതിൻ്റേതായിട്ടുള്ള ഡയലക്റ്റുകളുണ്ട്. ഈ പോഡുകൾ, ചെറു പോഡുകൾ തമ്മിൽ കൂട്ടിച്ചേർന്നിട്ട് വലിയ ഗോത്രങ്ങളായിട്ട് മാറുന്നു. ഓരോ ജിയോഗ്രഫിക്കൽ ഏരിയാസിലും ഗോത്രങ്ങളുണ്ട്. ഈ ഗോത്രങ്ങൾക്ക് ഗോത്രങ്ങളുടെ ഭാഷകളുണ്ട്. മാത്രമല്ല പോഡ്സിനും ഗോത്രങ്ങൾക്കുമെല്ലാം ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒരു പോഡ് അല്ലെങ്കിൽ ഒരു സംഘം വേറൊരു സംഘത്തെ കാണുമ്പോൾ അവർ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു ആചാര രീതി ഉള്ളതായിട്ട് നമുക്ക് കാണാം. എങ്ങനെയാണ് ആ കൂടിക്കാഴ്ച തുടങ്ങുന്നത് എന്നുള്ളതും പിന്നീട് അവർ എങ്ങനെ യോജിച്ചു പോകുന്നതും ഒരു സെറമോണിയൽ, ഒരു ആചാരപരമായിട്ടുള്ള രീതിയിലാണ് ഇവർ ഇത് കൊണ്ടുപോകുന്നത്. സാമൂഹികമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇൻഡിവിജ്വലായിട്ട്, വ്യക്തിപരമായിട്ട് ഈ ഓർക്കകൾക്ക് ഒരുപാട് ഇമോഷൻസും ഉള്ളതായിട്ട് കാണാം. അതിന് സന്തോഷം, സങ്കടം, പേടി തുടങ്ങിയ വികാരങ്ങൾ വളരെ പ്രകടമായിട്ട് അത് കാണിക്കാൻ പലപ്പോഴും കഴിയുന്നുണ്ട്. ഇതിൻ്റെ ജീവിതശൈലിയും വളരെ ഫ്ലെക്സിബിളും അഡാപ്റ്റബിളുമാണ്. സാഹചര്യത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്നതാണ് ഇതിൻ്റെ ആഹാര രീതികളും മറ്റ് ഇടപാടുകളും. അപ്പോൾ ഏത് തരം ഭക്ഷണവും ഇത് കഴിക്കും. ഇതൊരു അപെക്സ് പ്രെഡേറ്റർ ആയതുകൊണ്ടാണ് ഓർക്കകളെ കില്ലർ വെയിൽസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. മത്സ്യം, സീലുകൾ അതുപോലുള്ള കടൽ ജീവികളെ ഇത് ഭക്ഷിക്കുന്നു. അപ്പോൾ ഈ
കൂട്ടത്തോടെ കോർഡിനേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്ത് വലിയ വലിയ തിമിംഗലങ്ങളെയും സ്രാവുകളെയൊക്കെ ഇത് കീഴ്പ്പെടുത്തി ഇതിന് ഭക്ഷിക്കാൻ സാധിക്കുന്നു. ഇന്നത്തെ കാലത്ത് ഈ ഓർക്കകളുടെ ഈ പ്രക്ഷോഭം തുടങ്ങിയതിന് ശേഷം പലപ്പോഴും ഷാർക്കുകൾക്ക് ഇവരെ വലിയ പേടിയാണ് എന്ന് നിരീക്ഷിക്കുന്നുണ്ട്. ഓർക്കകൾ ഉള്ള സ്ഥലത്ത് ഷാർക്കുകൾ വളരെ പെട്ടെന്ന് ആ സ്ഥലം വിട്ടുപോകുന്നതായിട്ട് കാണുന്നു. പിന്നീട് ആ ഇടങ്ങളിലേക്ക് സ്രാവുകൾ വരുന്നത് ഒരു വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അത്രയ്ക്ക് പേടിയാണ് സ്രാവുകൾക്ക് ഇപ്പോൾ ഓർക്കകളെ. ഒരു ഷാർക്കിനെ, ഒരു സ്രാവിനെ ഒരു 2 മിനിറ്റ് കൊണ്ട് ആക്രമിച്ച് അതിൻ്റെ ലിവർ ഭക്ഷിക്കുന്നതായിട്ട് ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്ര ഇൻ്റലിജൻ്റ് ആയിട്ട്, ബുദ്ധിപൂർവമായിട്ടും കോർഡിനേറ്റ് ആയിട്ടും വലിയ വലിയ സമുദ്രജീവികളെ കീഴ്പ്പെടുത്താൻ ഓർക്കകൾക്ക് കഴിയുന്നു. അതുകൂടാതെ ഇത് വലിയ രീതിയിൽ ഇൻ്റലിജൻറ്റുമാണ്. ഓർമ്മകൾ, മെമ്മറീസ് സൂക്ഷിക്കുന്ന ഒരു കാര്യം ഇതിനകത്ത് വളരെ മുന്തിയ തരത്തിലാണ് അത് നമ്മൾ കണ്ടുവരുന്നത്. അതുമാത്രമല്ല, ഇത് ഓർക്കകൾ വലിയ രീതിയിൽ ഒരു കളി ആയിട്ട് ആസ്വദിക്കുന്നതായിട്ട് കാണാം. മറ്റ് സമുദ്രജീവികളുമായിട്ട് പലപ്പോഴും പ്ലേഫുള്ളായിട്ട് കളിക്കുന്ന രീതിയിൽ പെരുമാറുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ബോട്ടുകളെ ആക്രമിക്കുന്ന ഈ പ്രവണത അത് എന്താണ് എന്ന് ഇപ്പോഴും സുവോളജിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ മറൈൻ ബയോളജിസ്റ്റുകൾക്ക് നിർവചിക്കാൻ സാധിച്ചിട്ടില്ല. അതൊരു കളിയുടെ ഭാഗമാണോ? പലപ്പോഴും ചെറിയ ജീവികൾ, ചെറിയ ഡോൾഫിൻ ഇനങ്ങളിൽ വരുന്ന ജീവികളുമായിട്ട് ഇവർ കളിച്ച് അതൊരു കൈവെട്ട കളിയായിട്ട് മാറുന്നതായിട്ടും കാണാം. ആ ചെറിയ ജീവികളെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലേക്കും കളി പോകുന്നു. ഇത് പലപ്പോഴും മറ്റ് ജീവജാലങ്ങളെ, മറ്റ് സമുദ്രത്തിൽ ജീവിക്കുന്ന ജീവികളെ പലപ്പോഴും വലിയ രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അതുമായിട്ട് കളിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വൈരുദ്ധ്യമാർന്ന ഒരു സ്വഭാവമാണ് ഇപ്പോൾ കാണുന്നത്. ഓർക്കകൾ ഈ അടുത്ത കാലത്തായിട്ട് ഈ വെയിൽസ്, വളരെ വലിയ വലിപ്പം കൂടിയ സമുദ്രജീവികളായ തിമിംഗലങ്ങളുടെ ശരീരഭാഗങ്ങളിൽ ചിലത് ഭക്ഷിക്കുന്നതായിട്ട്, സെലക്റ്റീവായിട്ട് തിരഞ്ഞെടുത്ത് ഭക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ നാക്ക് മാത്രം കടിച്ചു പറിച്ചു കൊണ്ടുപോവുക, അങ്ങനെയുള്ള വളരെ വിചിത്രമായിട്ടുള്ള ബിഹേവിയറുകളും ഇപ്പോൾ കാണിക്കുന്നു. ഓസ്ട്രേലിയയിൽ 1800-കളിൽ ഈ തിമിംഗലങ്ങളെ പിടിക്കുക ഒരു ഇൻഡസ്ട്രിയൽ പ്രാക്ടീസായിട്ട് ഇരുന്ന കാലഘട്ടത്തിൽ ഓർക്കകളെ സഹായത്തോടുകൂടി തിമിംഗലങ്ങളെ പിടിക്കുന്ന ഒരു രീതി നിലനിന്നിരുന്നു. അപ്പോൾ ഈ ഓർക്കകളെ മനുഷ്യ സമൂഹങ്ങളെ മനസ്സിലാക്കുകയും ഇവരുടെ ആവശ്യങ്ങൾക്ക് അനുസൃതമായിട്ട് പോയി അവരെ തിമിംഗലങ്ങൾ എവിടെ ഉണ്ടോ ആ സ്ഥലങ്ങൾ കാട്ടിക്കൊടുക്കുകയും തിമിംഗലങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പാർട്സ് ഈ ഓർക്കകൾക്ക് ഭക്ഷിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരത് ഭക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ കുറേ കാലം, ഒരു 40-50 വർഷം ഈ ഒരു പരിപാടി നടന്നിരുന്നതായിട്ട് നമുക്കറിയാം. ഇപ്പോഴാണത് ഈ ഓർക്കകൾ മനുഷ്യരെ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി ആക്രമിക്കുന്നതായിട്ട് കാണുന്നത്. ഈ ഒരു ആക്രമണം ഒരുപക്ഷെ അതിൻ്റെ ഒരു കളിയുടെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ അത് ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ത്രെറ്റ്, എന്തെങ്കിലും ഒരു അപകടം മണത്തിട്ടായിരിക്കാം, ഭക്ഷണത്തിൻ്റെ ഒരു ലഭ്യത കുറയുന്നത് കൊണ്ടായിരിക്കാം എന്നൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ മറൈൻ ബയോളജിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. പക്ഷെ എന്താണ് ഇത് ഈ 2 വർഷം കൊണ്ട് ഇത്രയും കൂടുതൽ അറ്റാക്ക് ഉണ്ടാകുന്നത് എന്ന് തീർത്തും നമുക്കത് പറയാൻ സാധിച്ചിട്ടില്ല. ഓർക്കകൾ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത് ഒരുപക്ഷെ ഒരു തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം, മനുഷ്യനുമായിട്ട് ഏതോ ഒരു മെസ്സേജ് പാസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. ഓർക്കകൾക്ക് ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ബിഹേവിയേഴ്സ് ഉള്ളതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട്. ഓരോ പോട്ട്സും അതിൻ്റെതായിട്ടുള്ള ചില സ്വഭാവങ്ങൾ രൂപപ്പെടുത്തുകയും അത് എല്ലാവരും, ആ സംഘത്തിലുള്ള എല്ലാവരും അതേ സ്വഭാവത്തിലേക്ക് മാറുന്നതും ചിലപ്പോൾ ആ ഗോത്രത്തിലേക്കും ആ സ്വഭാവം പടരുന്നതും ആയിട്ടൊക്കെ കാണാം. പലപ്പോഴും ഒരു മത്സ്യത്തെ കൊന്നു കഴിഞ്ഞാൽ അത് തലയിൽ വെച്ചുകൊണ്ട് കുറച്ച് നേരം നടക്കുക എന്നുള്ളൊരു ഫാഷൻ പോലെ ഒരു കാലത്ത് ഏതോ ഒരു
ഓർക്ക തുടങ്ങിയത്. അത് ഒരു ബിഹേവിയറായിട്ട് ആ സംഘത്തിലും പിന്നീട് ആ ഗോത്രത്തിലുമൊക്കെ പടരുന്നതായിട്ട് കാണാം. ആ രീതിയിൽ ഉള്ള ഒരു ബിഹേവിയറാണോ ഏതെങ്കിലും ഒരു ഓർക്ക ഒരു ബോട്ടിനെ അറ്റാക്ക് ചെയ്തു, ആ ബിഹേവിയർ, ആ സ്വഭാവം മറ്റുള്ളവർ അനുകരിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട്. ഏതോ ഒരു ഫീമെയിൽ ഓർക്ക, ബ്ലാക്ക് ഡോറിസ് എന്ന് പറയുന്ന ഒരു ഓർക്ക, എന്തോ ഒരു വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഒരു അപകടത്തിൽ പെടുകയും അതിൻ്റെ ഒരു റിവെഞ്ചായിട്ട്, അതിനൊരു തിരിച്ചടിയായിട്ട് ആ ഓർക്ക ചെയ്ത ഒരു അറ്റാക്കാണ് മറ്റു ഓർക്കകൾ അനുകരിക്കുന്നത് എന്നുള്ളൊരു അഭിപ്രായവും പറയുന്നുണ്ട്. ഏതോ ഒരു രീതിയിൽ ഓർക്കകൾ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സമുദ്രത്തിലെ സ്ട്രെസ് ആയിരിക്കാം, ആഗോളതാപനം, സമുദ്രത്തിൻ്റെ താപനം, അതിൻ്റെ ചൂട്, ടെമ്പറേച്ചർ കൂട്ടിക്കൊണ്ടിരിക്കുന്നു, മത്സ്യത്തിൻ്റെ ലഭ്യത കുറയുന്നു, ഫുഡ് അവൈലബിലിറ്റി, അതൊരു സ്ട്രെസ്ഡ് സിറ്റുവേഷനിലേക്ക് പോകുന്നു. അപ്പോൾ ഓർക്കകൾ മനുഷ്യർക്കൊരു സിഗ്നൽ തരുന്നതാണോ? കാര്യങ്ങൾ ശരിയാക്കണം, കാര്യങ്ങൾ ശരിയല്ല, കാര്യങ്ങൾ ശരിയാക്കണം എന്നുള്ളൊരു സിഗ്നൽ തരുന്നതാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ബുദ്ധിയുള്ള, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, വളരെ വലിയ ബ്രെയിനുള്ള, ഒരുപാട് ഇൻ്റലിജൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്ന, സോഷ്യൽ ബിഹേവിയർ കാണിക്കുന്ന, ഒരു കമ്മ്യൂണിക്കേഷനുള്ള, സംസാരിക്കാൻ അതിൻ്റേതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഉള്ള ജീവജാലങ്ങളാണ് ഈ ഓർക്കകൾ. ഇന്ന് മനുഷ്യർ വെയിൽസിൻ്റെ ലാംഗ്വേജിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിമിംഗലങ്ങൾ സംസാരിക്കുന്നതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും തിമിംഗലങ്ങളുമായിട്ടുള്ള ഒരു സംഭാഷണം പോസിബിൾ ആവും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഓർക്കകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ സാധിക്കുമായിരിക്കും. അങ്ങനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയാണ് ഈ സംഭാഷണം സാധ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഓർക്കകൾ എന്താണ് നമുക്ക് തരുന്ന സന്ദേശം, എന്താണ് അവർ നമ്മളെ അറിയിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ അറിവുകൾ കിട്ടുമായിരിക്കും. അതുവരെ നമുക്ക് ഓർക്കകളുടെ ഈ ഒരു കാര്യത്തെ സൂക്ഷ്മമായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കാം. ഇതിൻ്റെ അർത്ഥം ഓർക്കകളുടെ പ്രക്ഷോഭം മനുഷ്യരാശിക്കെതിരെയുള്ള ഒരു സമരമായിട്ട് നമ്മൾ കാണണ്ട. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് അപകടമാണെന്ന് പല ശാസ്ത്രജ്ഞന്മാരും പറയുന്നു. കാരണം ഓർക്കകളെ പിന്നെ നമ്മൾ ശത്രുക്കളായിട്ട് കാണുകയും അവർക്കെതിരെ നമ്മളൊരു പ്രതിരോധം സൃഷ്ടിക്കുകയും അവരെ കാണുന്നിടത്ത് വെച്ച് കൊല്ലുക എന്നുള്ള രീതിയിലൊക്കെ പോകും എന്ന് ഒരു സംശയം ശാസ്ത്രജ്ഞന്മാർക്കുണ്ട്. അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഒരു കണക്റ്റഡ് സിസ്റ്റമാണ്. എല്ലാ ജീവജാലങ്ങളും ഒരു കണക്റ്റഡ് സിസ്റ്റമാണ്. എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം, അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് മരിക്കും എന്നുള്ള, വി ലിവ് ടുഗദർ ഓർ വി ഹാങ് ടുഗദർ എന്നുള്ള ഒരു വസ്തുതയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ സംവാദം, ഓർക്കകൾ എന്താണ് നമ്മളോട് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് ഒരുപക്ഷെ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരിക്കാം. അപ്പം അതിന് സൂചനകൾക്ക് വേണ്ടി, അതെന്താണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം.